അപ്പൊ രണ്ട് മക്കളെ നിങ്ങളെ നമ്മളെ സ്വാഗതം ചെയ്യാണ്. രണ്ടാളും ഓക്കെ ഇത് നിള എസ് കുമാർ, ഇത് നവതേജ് എസ് കുമാർ. ഓക്കെ, ഹായ് എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാരസുതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽ കെ നിളയും രേഷ്മയും രണ്ടുപേരും നമ്മളെ വീട്ടിലേക്ക് വരിക. എന്തിനാ വരുന്നതല്ലേ പറ. അതായത് അവര് നമ്മളൊരു ഫ്രണ്ടാണ്, അപ്പൊ നാടക പ്രവർത്തകരാണ്. അപ്പൊ അവര് പുതിയൊരു ചാനൽ തുടങ്ങുകയാണ്. അപ്പൊ ചാനൽ തുടങ്ങുമ്പോൾ നമ്മളോട് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പൊ നമ്മൾ അറിയുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർ വരുന്നുണ്ട്, നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാണ് അല്ലേ എന്നല്ലേ. അപ്പം അനിയാട്ടൻ എന്ന് പറയുന്നത് KSRTC ഉദ്യോഗസ്ഥനാണ്. അപ്പം സ്ക്രിപ്റ്റ് റൈറ്ററാണ്. വൈഫ് സജീവ നാടകപ്രവർത്തകയാണ്. രണ്ടുപേരും സജീവ നാടകപ്രവർത്തകയാണ്. മക്കളും നാടകത്തിൽ അഭിനയിക്കുന്നു, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു. വിശേഷങ്ങളൊക്കെ അവർ വന്നിട്ട് നമ്മോട് ചോദിക്കാം അല്ലേ. എന്നാലും ഇപ്പോൾ വരുന്നുണ്ട്, നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അവർ വരുന്ന കാത്തുക അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അവർക്ക് എന്താ കൊടുക്കുക? നമുക്ക് ആദ്യം നമുക്കൊരു പൂച്ചെണ്ട് കൊടുക്കാം അല്ലേ. നമുക്ക് നമ്മൾ ചെടീൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞിട്ട് പൂച്ചെണ്ട് കൊടുക്കാം. ഓക്കെ, അത് കൊടുക്കാം. അവർ വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്താ പോലെ റെഡി? അനിയാട്ടനും രേഷ്മേച്ചയും വരുന്നുണ്ട്, ഭാര്യാഭർത്താക്കന്മാരാണ്. അവർ രണ്ടുപേരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂക്കെ വെച്ചിട്ട് നമ്മൾ സ്വീകരിക്കാൻ പോവാണ്. ഇപ്പം വരുന്നുണ്ട്, വാ. ഇത് ആള് നിർത്തി, എന്താ ആള് വരുന്നുണ്ട്. ഇതാ അപ്പൊ രണ്ട് മക്കളെ നിങ്ങളെ നമ്മളെ സ്വാഗതം ചെയ്യാണ്. രണ്ടാളും ഇത് നിള എസ് കുമാർ, ഇത് നവതേജ് എസ് കുമാർ. പറയല്ലേ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളെ ഭാര്യയാണ്, നമ്മുടെ ഭാര്യയാണ് ക്യാമറ കീഴും. ഓക്കെ, പിന്നെ അത് കൊടുത്തോ. ശരിക്കും നിങ്ങളുടെ സ്ഥലം ഇവിടെ ഉണ്ടാകും, എനിക്കറിയാം. പക്ഷെ പ്രേക്ഷകരാണുണ്ടാകും. എന്റെ സ്ഥലം തെക്കേ ചെണ്ടാടാണ്. എന്റെ സ്ഥലത്തിന്റെ പേര് നീളാമംഗലപുരം. നീളാമംഗലപുരം. ഈ രേഷ്മേച്ചിന്റെ വീട് എവിടെയാണ്? എന്റെ വീട് പാട്ട്. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും? അപ്പം നമ്മൾ ഇവർ രണ്ടുപേരും വന്നത് മൊബൈലിനെ കുറിച്ച് നമ്മൾ യൂട്യൂബ് ചാനൽ എങ്ങനെയൊക്കെ തുടങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്നെക്കാട്ട് കൂടുതൽ അറിയുന്നത് നമ്മൾ തേജൂട്ടനാണ്. അപ്പോൾ തേജൂട്ടൻ ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം വീഡിയോ എടുക്കണം അല്ലേ. നമ്മൾ ആദ്യം വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കാണിക്കാൻ പോകണം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനി നമ്മള് തുടങ്ങാൻ പോലെ അല്ലേ. കാണിച്ചു കൊടുക്ക്. ആദ്യം വീഡിയോ എടുത്തതിന് ശേഷം ആദ്യം വീഡിയോ എടുക്കുക, എന്നിട്ട് ഒരു ആപ്പ് വേണം, വീഡിയോ എഡിറ്റിംഗ് ആപ്പ് വേണം. ആപ്പ് എന്തായാലും വേണം. ആപ്പിലാണ് ഒരു പരിപാടി നടക്കൂല. എന്നിട്ട് ഇൻഷോട്ട് എങ്ങനെ എടുക്കുന്നത്? ഓക്കെ, അപ്പൊ ഇൻഷോട്ട് എടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു. ഒരു വീഡിയോ എടുക്കും, എന്നിട്ട് ഈ വീഡിയോ സൈസ് ഇല്ലാത്ത പ്രശ്നമുണ്ട്. ഫിറ്റ് ആവും. അപ്പൊ എല്ലാം കറക്റ്റ് കാണിച്ചു കൊടുക്കു. അപ്പൊ നമ്മള് വീഡിയോ എടുത്തു കഴിഞ്ഞാല് ഫിറ്റ് ഇടണം, ക്യാൻവാസ് ഫിറ്റ് ഇടണം, ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കാൻ പറ്റും. കളർ ചേഞ്ചിങ്ങും മറ്റേ മൊത്തം അതിന്റെ ഇത് മൊത്തം എടുത്ത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇങ്ങനെ ഇടാൻ പറ്റില്ലേ? അങ്ങനെ ഉണ്ട്, അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും അല്ലേ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മാറ്റാൻ പറ്റും. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റുമോ? നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് അടിച്ചു മാറ്റേണ്ടി വരും ചിലപ്പോ. അപ്പൊ ഇങ്ങനെയൊക്കെ രേഷ്മ കാണുന്നുണ്ട്. രേഷ്മ ഇടക്കിടക്ക് വന്നിട്ട് എന്നെ വിളിക്കരുത്. കറക്റ്റ് നോക്ക്. ഇനി നമ്മള് നമ്മുടെ വാട്ടർ മാർക്ക് എങ്ങനെയാണ്? വാട്ടർ മാർക്ക് ഫ്രീ റിമൂവൽ ഉണ്ടാവും. ഫ്രീ റിമൂവൽ എടുത്തിട്ട് അത് ഇൻഷോട്ടിന്റെ ഇത് പോകും, അതിന്റെ ചിഹ്നം പോകും. പോലെ പിന്നെ വേറെ ഡിലീറ്റ്
സ്പ്ലിറ്റ്. ആ അത് നോക്കിയത് പാട്ടൊക്കെ ആഡ് ചെയ്യാണ്ടിരിക്കലെന്ന് ചെയ്യാൻ പറ്റും. പാട്ടൊക്കെ എഴുതാണ്ടിക്കല് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓഡിയോയിൽ പോയിട്ട് മ്യൂസിക് നമ്മൾ സെലക്ഷൻ ചെയ്തിട്ടുണ്ടല്ലോ. രേഷ്മ ഇതുണ്ടോ ഇതിൽ നമ്മൾ മ്യൂസിക് സെലക്ട് ചെയ്യാം. കണ്ടോളെ സെലക്ട് ചെയ്ത് ഈ മ്യൂസിക് എടുത്ത പ്രശ്നമില്ലല്ലോ. ഇല്ല ഇത് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. ഇതിലും വരും. അല്ല മ്യൂസിക് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് നമുക്ക് എടുക്കാൻ റൈറ്റ് ഉണ്ടോ? അത് നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് വേറെ ഉണ്ട്. അത് യൂട്യൂബിലുണ്ടാവും. അത് യൂട്യൂബിൽ തന്നെ അതിനുണ്ട് ഓപ്ഷൻസ് ഉണ്ടാവല്ലോ. ബാക്ക് അടിച്ചിട്ട് യൂട്യൂബിലേക്ക് പോകണം. വേറൊരു ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ട് അതിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാം. അതും പണിയുണ്ട് മോനാ. യൂട്യൂബർ അങ്ങനെയൊന്നും പൈസ തരൂല്ലേ. നമ്മൾ വിചാരിക്കും വേഗം പൈസ ആവും. കഷ്ടപ്പെട്ടാലേ യൂട്യൂബർ നമുക്ക് പൈസ ഇല്ല. ഇതാണ് അതിനുണ്ടോ ഇങ്ങനെയാണ് നമ്മളെ മ്യൂസിക് ഇടുന്ന സാധനം കണ്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഇടാം. ഇതെല്ലാം കോപ്പിറൈറ്റ് ആണോ? ഇതെല്ലാം കോപ്പിറൈറ്റാ. കോപ്പിറൈറ്റാ. ഇത് കട്ടാക്ക്. അപ്പൊ രേഷ്മേ ഇപ്പൊ എന്തായി? അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല. ചില്ലറ കാര്യമുണ്ടല്ലേ. പിള്ളേർക്ക് ഓക്കെയാണ്. അപ്പൊ രേഷ്മയ്ക്ക് നമ്മൾ അതിനായിട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞു കൊടുത്തു അല്ലേ തേജു? അല്ലേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാനാവില്ല. വളരെ വിലയുള്ള നല്ല അഭിപ്രായം കിട്ടി. നല്ല രീതിയിൽ അത് നല്ല മക്കള് നന്നായിട്ട് പറഞ്ഞു പറഞ്ഞതല്ലേ. അതെ. അതായത് നിങ്ങൾക്ക് ഞങ്ങൾ കുറെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ചെയ്തിട്ട് നമ്മൾ പഠിച്ച് വരണം. അപ്പം അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുണ്ട്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുണ്ട്. നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് അറിയുന്നതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സമീപിക്കാം. നമ്മുടെ പറഞ്ഞു നിങ്ങൾക്ക്. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ പ്രദേശത്തോ ഈ വീഡിയോ കാണുന്ന ആരുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ. ഇത്ര നേരം ഇതല്ലേ നമ്മൾ ചെയ്തേ. അതെ. രണ്ടുപേരും നാടകത്തെ കുറിച്ചൊന്ന് പറയാം. നാടകം നമുക്കൊരു ലഹരിയാണ്. നാടകത്തെക്കുറിച്ച് ഞാനൊരു ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് 20 വർഷമായിട്ട് നിങ്ങൾ കുട്ടികളുടെ തിയേറ്ററിലുണ്ട്. പിന്നെ അമേശ്വർ നാടകങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ നാടകം എഴുതിയിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഒരു പുതിയ കാലത്ത് നാടകം എന്ന് പറയുന്നത് നാടക സംഘങ്ങളൊക്കെ പിന്നെ വലിയൊരു ബാധ്യതയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബ നാടക സംഘം രൂപീകരിക്കാമെന്ന അടിസ്ഥാനത്തിലാണ്. അത് നല്ല ഐഡിയ. കാരണം ഭാര്യ ഭർത്താവ് രണ്ട് മക്കളെ വരുന്ന അകൽ ഹാഷ്മി അടുത്ത ആത്രേ ഹാഷ്മി. വ്യത്യസ്തമായ 2 പേര് കേട്ടോ മക്കൾക്ക്. ഹാഷ്മി ബ്രദേഴ്സ്. ഹാഷ്മി രണ്ടാളോട് ഞാൻ ഹായ് പറഞ്ഞു കേട്ടോ. 2 പേര് ഹായ് കൊടുക്കണം. 2 പേർക്ക് ഹായ് കൊടുത്തേ. ഹായ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അതില് എന്താ വിഷയം വെച്ചാൽ ഇവരെ കുട്ടികളെ ഇപ്പം സ്കൂൾ തൃശ്ശൂർ അക്കാഡമിയിൽ ഇപ്പോഴത്തെ അമേച്ചർ നാടക മത്സരത്തിൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇവള് പങ്കെടുത്തിട്ടുണ്ട്. മഹി നാടകപുര സംഘടിപ്പിച്ചിട്ടുള്ള അവർ അവതരിപ്പിച്ചിട്ടുള്ള പലസ്തീൻ കമാലിയിലാണ് കുട്ടികൾ. എന്റെ മൊനാതൊരു നാടകമാണ് പലസ്തീൻ കമാലി അല്ലേ. നമ്മളൊക്കെ മാഹി നാടകോത്സവത്തിന്റെ ഭാഗമായിട്ട് നാടകം നമ്മൾ നേരിട്ട് കണ്ടതാണ്. എല്ലാ കലാകാരന്മാർക്കും നമ്മളുടെ ബിഗ് സല്യൂട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നാടകത്തിൽ വേണ്ടിയിട്ട് എല്ലാവർക്കും അല്ലേ. താങ്ക് യു. അപ്പൊ ആ നാടകം ഭയങ്കര സംഭവമാണ്. കാരണം രേഷ്മ തകർക്കുന്നുണ്ടായിരുന്നു. അതിനായിട്ടുണ്ടായിരുന്നില്ല. ഞാനുണ്ടായില്ല, ഞാൻ പിന്നണിയിലുണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ ഇപ്പൊ എനിക്ക് അഭിനയിക്കാൻ പോവാന്ന് പറഞ്ഞ എന്റെ ജോലി തിരക്കേണ്ട പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലെ ഒരു നാടക റിഹേഴ്സലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ബാധ്യതയായിരിക്കും. അതേസമയം എഴുതി സംവിധാനം ചെയ്യുന്നത് നമുക്ക് നമ്മുടേതായ സമയത്ത് പാക്ക് ചെയ്യാം. അങ്ങനെ ഞാനൊരു നാടകം ചെയ്യാനുള്ള ആ ഒരു കുടുംബ നാടക സംഘം രൂപീകരിച്ചു. അതിന്റെ പേരാണ് നിള തിയേറ്റർ സംഘം. എന്താ പേര്? നിള തിയേറ്റർ സംഘം. വരുന്ന തിയേറ്റർ സംഘം. തിയേറ്റർ സംഘത്തിന്റെ ആദ്യ അവതരണ നാടകം രശ്മിയാണ് അഭിനയിച്ചത്. ഞാൻ എഴുതി. എന്റെ മകനാണ് അതിൽ സംഗീത ഞാൻ സംവിധാനം ചെയ്തു. അകൽ ഹാഷ്മിയാണ് സംഗീത നിയന്ത്രണം ചെയ്തത്. അപ്പൊ അതില് ആ നാടകത്തില് ചെറുവാഞ്ചേരിയുടെ ഏറ്റവും നാടക പ്രവർത്തന മേഖലയിൽ ഏറ്റവും പ്രതിഭ തെളിയിച്ചിട്ടുള്ള പി പത്മനാഭൻ മാസ്റ്റർ അവരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നടത്തിയ നാടക മത്സരത്തില് ഏകപാത്ര നാടക മത്സരത്തിൽ അതിന് 1ാം സമ്മാനം. അപ്പൊ 1ാം സ്ഥാനം രശ്മിക്ക് കയറ്റമാക്കി. ഇനി നമുക്ക് നാടകത്തിലേക്ക് പോകാം. ആ നാടകത്തിൽ ഒരു സീൻ ഒന്ന് പറഞ്ഞുതരാം. ഒറ്റ സീൻ. എന്താ നാടകത്തിന്റെ പേരെന്തായിരുന്നു? ശീലം എന്നാണ് നമ്മുടെ നാടകത്തിന്റെ പേര്. ആ ശീലത്തിൽ ഒരു സീൻ ചട്ടപ്പട്ടയം പറഞ്ഞിട്ട് പറഞ്ഞു.
റെഡി 1 എനിക്ക് ഇഷ്ടമുള്ള പറയാം. എനിക്ക് ആ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ ആ നാടകം കളിച്ചിട്ട് ഏറ്റവും നല്ല ഫീൽ ചെയ്തൊരു സാധനം. റെഡി, നമുക്ക് നോക്കാം. റെഡി 1 2 3. മോളെ എഴുന്നേൽക്ക്. താങ്ങാൻ ആളുണ്ട് എന്നുള്ള തോന്നലുണ്ടായ പിന്നെ മുന്നോട്ട് വെക്കാൻ കുറച്ച് പ്രയാസമാണ്. കുഞ്ഞിന് മുല കൊടുക്ക്. മറന്നുപോയി. അത് മതി. മറന്നു പോയാലും നിങ്ങൾ ആ സീൻ ഉണ്ടല്ലോ ഇപ്പം തന്നെ അഭിനയിക്കണം പറഞ്ഞ് ടെക്നോളജി അഭിനയിച്ച് വേറെ വർത്താനില്ല. നന്നായി. ഒരു ക്ലാപ്പ് കൊടുത്തു. ഒരു ക്ലാപ്പ്. ഓക്കെ, നന്നായിട്ട്. നമ്മൾ ഇവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. എടാ അത് സ്ഥിതിക്ക് നമ്മൾ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അല്ലേ? എന്തെങ്കിലും അത് നമ്മൾ പറയില്ല മോനെ, അത് സസ്പെൻസ് ആണ്. എന്താണെന്ന് നമുക്ക് അകത്ത് നമ്മളെ ഭാര്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അയക്കാൻ വരാം. റെഡിയല്ലേ? നേരെ ആത്തേക്ക് പോവാം. അല്ലല്ലോ, അത് അങ്ങനെയാ. വീട്ടിൽ വന്നാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഉറപ്പായിട്ടും കഴിക്കണം. എന്താണ് സ്നേഹം? അപ്പൊ നമുക്ക് കഴിച്ചാൽ പറയാന്ന് വെച്ചാൽ നമ്മള് കുറെ കാലത്ത് ബന്ധമാണ്. അല്ലാണ്ട് ഇന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് പരിചയം. വളരെ എന്താ പറയാ, ഒരു വളരെ കാലത്തെ ബന്ധമാണ്. അതാണ് ഇന്ന് ഇതിലേക്ക് വന്നത് മൊബൈൽ കൊണ്ട് പഠിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, നമുക്ക് ചായ കുടിക്കുമ്പോ റെഡി ബ്രേക്ക്. അല്ല വിജി, ചായ റെഡിയാ? റെഡി, നമുക്ക് ചായ കുടിച്ചാൽ ചേട്ടാ. പിന്നെന്താ? റെഡി ചായ കുടിക്കാം. ഓക്കെ, എപ്പോഴേ റെഡി. ഓക്കെ റെഡി. എന്നാ ചായ എടുത്ത് വെച്ചോ. അറ്റാക്ക് ചെയ്യുന്നു. അതാ വാഷ് ബേസിൽ പോയിട്ട് കയ്യിൽ കഴിച്ചിട്ട് റെഡിയാക്കി ചായ കുടിച്ചോളി. റെഡി, ഓക്കെ ആണ്. ഇതാ എല്ലാവരും റെഡി ആയിട്ടുണ്ടേ. കൊണ്ടുവന്നോളൂ. നമ്മളെ സ്പെഷ്യൽ ഇവർ കൊടുക്കണം. ഇതുവരെ എന്തെന്നാന്ന് അറിയാത്ത നമ്മുടെ സസ്പെൻസിലാണ്. കൊണ്ടുവരണം. ഇതാണ് സ്പെഷ്യൽ ചക്കയും ചിക്കനും. എങ്ങനെയുണ്ട്? കോയും കായുണ്ട്. ഇത് ചിക്കനും ചക്കയും. ഓക്കെ, ആ നിങ്ങളെ പ്ലേറ്റ് എടുത്ത് നോക്ക്. ആ നിള. ഓ നിങ്ങളെ നിള. ഓ 2 നിള. ഇതാ നിങ്ങളെ പ്ലേറ്റിൽ എടുത്ത് ഉഷാറാ കേട്ടാ. ഓക്കെ നിങ്ങൾ വന്നിരുന്നു. വാ, നിങ്ങൾ രണ്ടാള് വാ. എന്താ ഇവർ രണ്ടാള് ചിക്കനും ചക്കയും നിന്നിട്ട് റെഡിയായി നിൽക്കണ്ടേ. കഴിച്ചോളെ. എന്താ ഇവർക്ക് 2 പ്ലേറ്റ് എടുത്ത് കൊടുക്കേ. ഇവർക്ക് 2 പ്ലേറ്റ് കൊടുക്കേ. ആ അപ്പം നമ്മളെ ചങ്ങായിമാരെ, യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്ന അനിയാട്ടനും അനിയാട്ടൻ്റെ ഭാര്യയ്ക്കും നമുക്ക് അറിയാവുന്നതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചിക്കനും ചക്കയും കൂടി അങ്ങ് തട്ടുന്ന കേട്ടോ. നിങ്ങളെ നമ്മൾ തന്ന സ്പെഷ്യൽ എങ്ങനെയുണ്ട്? അടിപൊളി സ്പെഷ്യലാണ്. കാരണം ചക്കയും ചിക്കനുമാണ്. വിജയ്ക്ക് പ്രത്യേക താങ്ക്സ്. താങ്ക് യു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇന്ന് നമ്മളിവിടെ വന്നത് വളരെ കുറച്ച് മൊബൈൽ അങ്ങനെ വെച്ചാൽ അതിന്റെ മൊബൈലിന്റെ കുറച്ച് ടെക്നിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. പക്ഷെ അതിങ്ങനെ ഒരു പൂ ചോദിച്ചിട്ട് ഒരു പൂന്തോട്ടം തന്നെ വന്നിട്ട് നമ്മൾ പറഞ്ഞേക്കാം. അപ്പൊ അതെന്തായാലും വളരെ ഹാപ്പി ആയി. അല്ല, എനിക്ക് നിങ്ങളോട് പറയാൻ തരുമോ, എല്ലാ ദിവസവും നമ്മളാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയാൽ അതെങ്ങനെയാണ് വൈൻഡപ്പ് വീഡിയോ ചെയ്യുക എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ലക്ഷ്യം, നിങ്ങളെ പഠിപ്പിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, അതെങ്ങനെയാ പറയുക വെച്ചാൽ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോ കിട്ടുള്ളൂ. ഇത് പറയണം, ഇത് നിങ്ങൾ പറഞ്ഞു. അതിനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കത് പറയുന്നതിന് പ്രശ്നമുണ്ട്. ഓട്ടോക്കാരൻ സുധിയുടെ ഇന്നത്തെ വീഡിയോ അതാണ് പറയുന്നത് വൈൻഡപ്പ് ചെയ്യുന്നത്. പറഞ്ഞോളൂ. അത് തന്നെ പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് ഓട്ടോക്കാരൻ സുധിയുടെ ഈ വീഡിയോ നമ്മളിങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ റെഡി. ഓക്കെ, റെഡി. നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ. ചെയ്തോട്ടല്ലേ? ചെയ്തോ. അപ്പം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഹായ് ഫ്രണ്ട്സ്, ഓട്ടോക്കാരൻ സുധിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോസ് കിട്ടൂ. അത് പറഞ്ഞു. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസ് കിട്ടൂ. സംഗതി നിങ്ങൾ പഠിച്ചു മക്കളെ. ഇനി നിങ്ങൾ ചാനൽ തുടങ്ങിയാൽ ഇങ്ങനെ തന്നെ പറയണം. ആയിക്കോട്ടെ, താങ്ക് യു. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ടവരെ, ഇവർ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഇവർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.